നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം T20 മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പുകഴ്പെറ്റ ബാറ്റിംഗ് നിര തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ T20യിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു എൻ്റെ കൂടെ ഹാരിസ് നെന്മാറയുണ്ട്. അപ്പോൾ ഈ ഒരു തോൽവിയെ കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത്? എനിക്കൊന്നു പവർ പ്ലേയിൽ തന്നെ ഇന്ത്യക്ക് പിഴച്ചിട്ടുണ്ടെന്നാണ്. പൊതുവെ നമ്മൾ പറയാറുള്ളത്, പിന്നെ കുറേ കാലമായി ഇന്ത്യ T20 ക്രിക്കറ്റിലൊരു അഗ്രസീവ് മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പവർ പ്ലേയിൽ തന്നെ അവർ ബിൽഡ് ചെയ്തെടുക്കുന്നൊരു സ്കോർ, അതിലാണ് പിന്നീട് കളിയുടെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഇത്തവണ പവർ പ്ലേയിൽ നമുക്ക് പിന്നെ ഒരു 40 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റുകൾ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. പതിവില്ലാത്ത വിധം തകർന്നു ഈ പ്രാവശ്യം. അതെ. അതിൽ ജോഷ് ഹേസൽവുഡ് ശരിക്കും യഥാർത്ഥത്തിൽ ഏകദിന പരമ്പരയിൽ തുടങ്ങിയിടത്ത് പിന്നെ അവസാനിപ്പിച്ചിടത്ത് നിന്ന് തുടങ്ങുന്നതാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ജോഷ് ഹേസൽവുഡ്, ശുഭ്മാൻ ഗില്ലാണ് ജോഷ് ഹേസൽവുഡിൻ്റെ ആദ്യത്തെ ഓവർ ഫേസ് ചെയ്യുന്നത്. ആ ഓവറിൽ തന്നെ ഏറെക്കുറെ നമ്മൾ കളി കൈവിട്ടു എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു. ഭയങ്കര ബൗൺസി പിച്ചാണ്, മെൽബണിലെ പിച്ചാണ്. മെൽബണിൻ്റെ പിച്ചിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. പിന്നെ ഗ്രൗണ്ട് ഭയങ്കര വലിപ്പം കൂടിയ ഗ്രൗണ്ടാണ്. ഒരു പിന്നെ ഈ ഗ്രൗണ്ടിൽ പന്ത് ഇങ്ങനെ നീങ്ങാത്ത പോലെയൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നിയിരുന്നു എന്നാണ്. വെറ്റാണോ എന്നൊക്കെ തോന്നിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ശുഭ്മാൻ ഗിൽ ആദ്യത്തെ പന്ത് നേരിടുന്ന തന്നെ വിക്കറ്റാണ്. അമ്പയർ കൈ ഉയർത്തുന്നു, DRS കൊടുക്കുന്നു. പിന്നീട് അതെ, ജസ്റ്റ് എസ്കേപ്പ്. മൂന്നാമത്തെ പന്ത് അദ്ദേഹം ഹെൽമെറ്റിലേക്കാണ് എറിയുന്നത്. ഒന്നാമത്തെ ഓവറിൽ ആകെ 1 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു തുടക്കമല്ല കിട്ടാറുള്ളത്. പിന്നെ നമ്മൾ കാണുന്ന ഒരു 5 ഓവർ കഴിയുമ്പോഴേക്കും ജോഷ് ഹേസൽവുഡും പിന്നെ എല്ലിസും ചേർന്നിട്ട് ഇന്ത്യയെ ചുരുട്ടി കെട്ടിയിട്ടുണ്ട്. പിന്നെ ഏക പ്രതീക്ഷയായിരുന്ന അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ മാത്രമായിരുന്നു. നമ്മൾ കുറേ കാലമായി അഭിഷേക് ശർമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം T20 ക്രിക്കറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോൾ അഭിഷേക് ശർമ്മ ഒന്നാമത്തെ മത്സരത്തിൽ, മഴമുടിക്ക് ഒന്നാമത്തെ മത്സരത്തിൽ പിന്നെ അദ്ദേഹം പെട്ടെന്ന് പുറത്തായപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു പിന്നെ ഗ്രൗണ്ട് മാറുന്ന സമയത്ത് ഓസ്ട്രേലിയ കണ്ടീഷൻസ് പിന്നെ അഭിഷേക് ശർമ്മയ്ക്ക് പറ്റുന്നില്ലേ എന്ന് നമ്മൾ തോന്നിയിരുന്നു. പക്ഷേ കണ്ടീഷൻ ഏതായിക്കോട്ടെ, റാങ്ക് ടർണർ പിച്ച് ആയിക്കൊള്ളട്ടെ, ഫ്ലാറ്റ് പിച്ച് ആയിക്കൊള്ളട്ടെ, എതിരാളികൾ ആരായിക്കൊള്ളട്ടെ, അഭിഷേക് ശർമ്മ ഇവിടെയും മനോഹരമായി കളിക്കുന്നു എന്നാണ് ഈ കളിയിൽ നമുക്ക് ആകെ ഓർമ്മിക്കാനുള്ളത്. അതാണ് എന്നുള്ളതാണ്. പിന്നെ അവർ 40 പന്ത് ബാക്കി നിൽക്കുകയാണ് ജയിക്കുന്നത്. പിന്നെ റണ്ണിൻ്റെ അടിസ്ഥാനത്തിൽ, പന്തുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ 2ാമത്തെ തോൽവിയാണ് യഥാർത്ഥത്തിൽ മെൽബണിൽ നമ്മൾ തോൽക്കുന്നത്. എല്ലായിടത്തും നമ്മൾ പരാജയപ്പെടുന്നു. പിന്നെ തീരുമാനങ്ങൾ മുതൽ പിന്നെ ബോളർമാരെ പരാജയപ്പെടുന്നു. അതെ. ഈ അഭിഷേക് ശർമ്മയെ കുറിച്ച് പറഞ്ഞു. കാരണം ഈ എല്ലാ ബാറ്റ്സ്മാൻമാരും പരാജയപ്പെട്ടൊരു സമയത്ത് നമ്മളിപ്പോൾ ഒരു ബാറ്റ്സ്മാനെ കുറിച്ച് ഈസ് പ്ലേയിങ് ഇൻ എ ഡിഫറെന്റ് ലീഗ് എന്നൊക്കെ നമ്മൾ ഉപമകൾ പറയാറുണ്ട്. ശരിക്കും അഭിഷേക് ശർമ്മ ഇന്നത്തെ ഒരു മത്സരത്തിൽ അദ്ദേഹം വേറൊരു ലീഗിലാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു സ്റ്റൈലിലാണ് കളിക്കുന്നതെന്ന് തോന്നിപ്പോയ ഒരു മത്സരമായിരുന്നു. കാരണം അദ്ദേഹം വിക്കറ്റുകൾ ഒരു ഭാഗത്തു നിന്ന് പൊഴിയുമ്പോഴും കൃത്യമായിട്ട് അയാളുടെ ഒരു അഗ്രസീവ് സ്റ്റൈൽ തന്നെ അയാൾ കളിക്കുന്നു. നമ്മൾ ഈ വീരേന്ദ്ര സെവാഗിനെ കുറിച്ച് പറയാറുണ്ട്. സെവാഗ് കളിച്ചിരുന്ന സമയത്ത് സെവാഗ് അപ്പുറം വിക്കറ്റുകൾ എങ്ങനെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ശൈലിയിൽ തന്നെ കളിക്കുന്നൊരു കളിക്കാരനായിരുന്നു വീരേന്ദ്ര സെവാഗ്. ഇതേ ഓസ്ട്രേലിയയിൽ തന്നെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ 195 റൺസ് ഒരു ദിവസം കൊണ്ട് അടിച്ചെടുത്തൊരു ടെസ്റ്റ് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് വിക്കറ്റുകൾ പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം അതൊന്നും നോക്കുന്നേ ഇല്ല. അതായത് ഇന്നിങ്സിന്റെ ഇന്ത്യക്ക് 125 റൺസാണ് ഇന്ത്യ നേടിയതെങ്കിൽ അതിൽ പകുതി റൺസും ഇന്ന് അഭിഷേകാണ് നേടിയത്. അദ്ദേഹത്തിന്റെ ഡൊമിനൻസ് ആണ് അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. ഈ 5 വിക്കറ്റ് പോയി നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ സ്കോർ 100 കടത്തുക എന്നതായിരിക്കും പൊതുവെ ക്രീസിൽ ബാക്കിയുള്ള ബാറ്റർമാരുടെ പിന്നെ അവരാലോചിക്കുക. പക്ഷെ അഭിഷേക് പിന്നെയും 50 അടിക്കുന്നത് 200 സ്ട്രൈക്ക് റേറ്റിലാണെന്ന് ആലോചിക്കണം. അഭിഷേക് പിന്നെയും കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് ആണെന്ന് കാഴ്ചവെച്ചത്. കാരണം അദ്ദേഹം പവർ പ്ലേയിൽ കളിക്കേണ്ട ബാറ്ററാണ്. അതുകൊണ്ട് ആ പവർ പ്ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് എപ്പോൾ പോയാലും കുഴപ്പമില്ല. ആ സമയങ്ങളിൽ തന്നെ അദ്ദേഹം പിന്നെ സ്കോർ ബോർഡിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അഭിഷേക് പുറത്താവുന്നത് 19ാമത്തെ ഓവറിലാണ്. അവിടെ ഇന്ത്യക്ക് ഒരു ടാക്ടിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ഇടയ്ക്ക് ഹർഷിത് റാണ, ഇന്ത്യയുടെ പിന്നെ ബാറ്റിംഗ് ഓർഡറിൽ നോക്കുമ്പോൾ ഹർഷിത് റാണ ഒരിക്കലും ആ പൊസിഷനിൽ വരാൻ പാടില്ല. കാരണം ശിവദീപക്ക് മുമ്പാണ് വരുന്നത്. മാത്രമല്ല അഭിഷേക് ശർമ്മ 11 പന്തിൽ 29 റൺസ് ആയിരുന്നു 7ാമത്തെ ഓവറിൽ. അതായത് 7 ഓവറുള്ള സമയത്ത് അദ്ദേഹത്തിന് അത്ര റൺ, അതായത് 11 പന്തിൽ 29 റൺ വലിയ സ്ട്രൈക്ക് റേറ്റ് ആണ്. ഇതാണ് 3 അടുത്തുള്ള സ്ട്രൈക്ക് റേറ്റ് റൺസ് നേടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ബോളുകളെ കിട്ടുന്നില്ല. ആ സമയത്ത് 33 പന്തുകൾ നേരിട്ട് 35 റൺസ് എടുത്ത് നമ്മുടെ ഈ ഹർഷിത് റാണ പുറത്താകുകയാണ്. ഈ മത്സരത്തിലെ ഏറ്റവും വലിയ പാർട്ട്ണർഷിപ്പ് ശരിക്കും ഹർഷിത് റാണയും പിന്നെ അഭിഷേകും ചേർന്നിട്ടുള്ളതാണ്. ഒരു 50 പാർട്ട്ണർഷിപ്പാണ്. 56 റൺസാണ് അവർ സ്കോർ ബോർഡിൽ. അതിൽ 47 പന്തിൽ 56 എന്ന് പറയുന്നത് T20 വലിയ പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കമന്റേറ്റർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ക്രൂഷ്യൽ പിന്നെ സംഭാവനയാണ് പിന്നെ ഹർഷിത് റാണ നൽകിയിട്ട് പോകുന്നത്. അപ്പുറം ശിവൻ ദൂബെ എന്നുള്ള കളിക്കാരനുണ്ട്. 37 കളികൾ T20യിൽ അദ്ദേഹം കളിച്ച കളികൾ ഇന്ത്യ പരാജയം അറിയാതെയാണ് മുന്നേറിയത്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു T20 മത്സരത്തിൽ അദ്ദേഹം കളിച്ചൊരു T20 മത്സരത്തിൽ തോൽക്കുന്നത്. അപ്പോൾ ശിവൻ ദൂബെക്ക് മുമ്പ് ഒരു കാരണവശാലും ഗൗതം ഗംഭീർ ഇദ്ദേഹത്തെ ഇറക്കാൻ പാടില്ലായിരുന്നു.
ഇറക്കിയായിരുന്നു. ഇറക്കി അദ്ദേഹം ക്രൂഷ്യൽ ഇന്നിംഗ്സ് എന്ന് എങ്ങനെയാണ് ഇത് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ എങ്ങനെയാണ് ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതെ, ഒരു പേസർ ആയിട്ടുള്ള എന്താണ് ഇത്, നമ്മൾ ടെസ്റ്റ് ഒക്കെ കളിക്കുന്നത് പോലെ പിന്നെ ഒരു നൈറ്റ് വാച്ച്മാനൊക്കെ ഇറക്കി വിട്ടിട്ട് വിക്കറ്റ് സംരക്ഷിക്കുക എന്താണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. വിക്കറ്റ് സംരക്ഷിക്കുക ഗംഭീറിന്റെ എന്തിനാണ് അതായത് അദ്ദേഹം ഇദ്ദേഹത്തെ ടീമിലെടുത്തു. ഹർഷിത് റാണയുടെ സെലക്ഷനെ കുറിച്ച് നമ്മൾ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗംഭീറിന്റെ ഒരു വത്സല പുത്രനാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ടീമിൽ ഇന്ന് നോക്കുമ്പോൾ ഹർഷദീപ് T20 എക്കാലത്തെയും മികച്ച വിക്കറ്റ് ടേക്കറാണ്. ഇന്നും അദ്ദേഹത്തെ പുറത്തിരുത്തി നിൽക്കുകയാണ്. മാത്രമല്ല ഹർഷിത് റാണയെ തന്നെ ഞാൻ ഇറക്കുള്ളൂ, അതായത് വിമർശനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഞാൻ ഇദ്ദേഹത്തെ മാത്രമേ ഇറക്കുള്ളൂ എന്നുള്ളൊരു ധാർഷ്ട്യം ഗംഭീറിന്റെ ഈ ഒരു തീരുമാനത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബോളിംഗിലും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 2 ഓവറേ കൊടുത്തിട്ടുള്ളൂ. 2 ഓവറിൽ പിന്നെ 23 റൺസ് വിട്ടു കൊടുക്കുന്നുണ്ട്, 27 റൺസ് വിട്ടു കൊടുക്കുന്നുണ്ട്, 13 എക്കോണമി. പിന്നെ കളിയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ മൊത്തത്തിൽ ഓർഡറുകൾ നമ്മൾ കഴിഞ്ഞ മത്സരം മുതൽ തന്നെ ഇത് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ ഇറക്കണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ കളി ഇപ്പോൾ നമ്മൾ തിലക് വർമ്മയും സൂര്യകുമാർ യാദവിനെയും കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ഏഷ്യ കപ്പിന് മുമ്പ് തന്നെ തിലക് വർമ്മ തൻ്റെ 1 ഡൗൺ പൊസിഷൻ പിന്നെ സൂര്യകുമാർ യാദവ് തൻ്റെ 1 ഡൗൺ പൊസിഷൻ തിലക് വർമ്മയ്ക്ക് വിട്ടുകൊടുത്താണ്. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ 1 ഡൗൺ ആയി വരുന്നത് സൂര്യകുമാർ യാദവ് തന്നെയാണ്. അദ്ദേഹം കുറേ കാലമായി ഫോം ഔട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ കഴിഞ്ഞ കളി അദ്ദേഹം വരുന്നു. പക്ഷേ ഈ കളി എടുത്ത് നോക്കുന്ന സമയത്ത് സഞ്ജുവാണ് 1 ഡൗൺ പൊസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഹേസൽവുഡിനെയാണ് സഞ്ജു നേരിട്ട് തുടങ്ങുന്നത്. പക്ഷേ അടുത്ത ഓവറിൽ തന്നെ സഞ്ജു എല്ലിസന്റെ പന്തിൽ പുറത്താവുന്നതാണ് കണ്ടത്. ഹേസൽവുഡിനെ സംബന്ധിച്ച് വരുന്ന സമയത്ത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലെ സുപ്രധാന വിക്കറ്റുകളൊക്കെ അദ്ദേഹത്തിനാണ്. സൂര്യകുമാർ യാദവിന് പിന്നെ ഹേസൽവുഡിന്റെ പന്തിലൊരു ലൈഫ് വരെ കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അദ്ദേഹത്തെ വിട്ട് കളയുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത പന്തിലാണ് സൂര്യകുമാർ യാദവ് പുറത്താവുന്നത്. ആ ഓവറിൽ തന്നെ അവസാനത്തെ പന്തിൽ തിലക് വർമ്മയും പുറത്താവുന്ന ഒന്നാണ്. അവിടെ തന്നെ തകർന്നടിയുന്നുണ്ട്. പിന്നെ അഭിഷേക് ശർമ്മ നിന്നിട്ട് ഒരു മൊമെന്റം അദ്ദേഹത്തിന് പറ്റിയൊരു പാർട്ട്ണർഷിപ്പ് ശരിക്കും ഈ കളിയിൽ കിട്ടിയിട്ടില്ല എന്നാണ്. അക്ഷർ പട്ടേൽ വരുന്നു. അക്ഷർ പട്ടേൽ 12 പന്തിൽ 7 റൺസ് എടുത്തിട്ടാണ് മടങ്ങുന്നത്. പിന്നെ ഈ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അപ്പുറത്ത് അവസാനത്തേക്ക് മാറ്റിവെച്ച ശിവൻ ദുബയെ മാറ്റിവെച്ച ഹർഷിത് റാണ ഇറക്കുന്നത്. അദ്ദേഹം ഒരു 5 ഓവർ തിന്നു കഴിഞ്ഞോടുകൂടി ഏറെക്കുറെ തീരുമാനമായി. ഹർഷിത് റാണയെ ഒരു അജിത് അഗാർക്കർ ആക്കാൻ വേണ്ടി, അജിത് അഗാർക്കർ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു നമുക്കറിയാം. എനിക്കൊന്ന് അജിത് അഗാർക്കറിന്റെ അത്ര പോലും ഇദ്ദേഹത്തിന് ബാറ്റിംഗ് അറിയില്ലെന്ന് തോന്നുന്നു. കാരണം അജിത് അഗാർക്കർ 21 പന്തിൽ 50 അടിച്ച കളിക്കാരനാണ്. നമ്മളിപ്പോൾ ആവശ്യമില്ലാതെ ഒരാൾ എന്തിനാണ് ഓൾറൗണ്ടർ ആയിട്ട് പിന്നെ ഇത്, അതായത് ഞങ്ങളൊരു തീരുമാനം എടുത്തു ഇയാൾ ഇനി ഓൾറൗണ്ടർ ആക്കി അടങ്ങുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം പോലെയാണ് ഹർഷിത് റാണ ഇറക്കുന്നത്. മാത്രമല്ല അഭിഷേകിനെ നമ്മൾ ഒന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അഭിഷേക് വീരേന്ദ്ര സെവാഗിന് നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു ഇന്നിങ്സ് അതായത് ഒരു ഡൊമിനൻസ് ഉള്ളൊരു ഇന്നിങ്സ് കഴിഞ്ഞ ആഴ്ച ഇംഗ്ലീഷ് നായകനായ ഹാരി ബ്രൂക്ക് ന്യൂസിലാൻഡിലുള്ള ഏകദിനത്തിൽ കളിക്കുകയുണ്ടായി. അതായത് ടീം 223 റൺസ് അടിച്ച് നിൽക്കുന്ന സമയത്ത് ഇയാൾ മാത്രം വേറൊരു ലീഗ് കളിക്കുകയാണ്. അതായത് 135 റണ്ണും അതായത് 60.23% ഇദ്ദേഹം തന്നെ ബാറ്റിംഗിൽ റൺസ് എടുക്കുകയാണ്. ശരിക്കും അഭിഷേകിനെ ഇന്ത്യ T20 ഇത്രയധികം ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമുക്കറിയാം ഒരു പ്രൈം കാലത്ത് 2013 2015 സമയത്ത് ബ്രണ്ടൻ മക്കുലം, നമ്മുടെ ന്യൂസിലാൻഡ് മുൻ നായകൻ, ഇംഗ്ലീഷ് ടീമിന്റെ കോച്ച്, അദ്ദേഹം കളിച്ചിരുന്ന ഒരു സ്റ്റൈലുണ്ട്. അദ്ദേഹം ഓപ്പണറായി ഇറങ്ങിയിട്ട് ഒരുപാട് 30 ബോൾസിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മത്സരങ്ങളിൽ 50 അടിച്ചൊരു ചരിത്രമുണ്ട്. അതായത് ടെസ്റ്റിൽ പോലും അദ്ദേഹം ആ ഒരു ശൈലി, ലാസ്റ്റ് ടെസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവസാന ടെസ്റ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി അടിച്ചിട്ടാണ് അദ്ദേഹം കയറുന്നത്. ഡെയിൽ സ്റ്റെയിൻ ആവട്ടെ ആരാവട്ടെ അടിച്ചു കളിക്കുക എന്നുള്ളൊരു ലൈനാണ്. അപ്പം ആ ഒരു ശൈലി ബ്രണ്ടൻ മക്കുലത്തിന്റെയും വീരേന്ദ്ര സെവാഗിന്റെയും ഒരു ശൈലി കൃത്യമായിട്ടും അഭിഷേക് ശർമ്മ ഈ ക്രീസിൽ അദ്ദേഹം നടനമാടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും T20 ക്രിക്കറ്റിൽ ഈ ഫിയർലെസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അപകടം പിടിച്ചൊരു പണിയാണ്. എന്ന് പറഞ്ഞാൽ വിക്കറ്റ് വലിച്ചെറിയുക, വിക്കറ്റ് പോകാൻ വലിയ സാധ്യതയുള്ളതാണ്. പക്ഷെ അദ്ദേഹം വെറും നമ്മളിങ്ങനെ പറയല്ലേ വെറുതെ ഇങ്ങനെ അടിക്കുക എന്നൊക്കെ പറയില്ലേ, വെറുതെ ഇങ്ങനെ അടിയൊന്നും അല്ല എന്നുള്ളതാണ്. അതെ, പ്യുവർ ടൈമിംഗ് ആണ്. ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ സുപ്രധാന ബോർഡാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹേസൽവുഡ് 1ാമത്തെ ഓവറിൽ 1 റൺസിന് ഇന്ത്യയെ നിർത്തുന്നു. അടുത്ത ഓവർ എറിയാൻ വരുന്നത് ബേർട്ട്ലെറ്റ് ആണ്. ആ ഓവറിൽ തന്നെ 14 റൺസാണ് അദ്ദേഹം അടിക്കുന്നത്. അവിടെ പന്ത് പാഴായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പേ ടാക്ടിക്സ് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഷഹീൻ ഷാഫിരി നേടുന്നത് പോലെ ഏഷ്യയിലെ ടീമുകൾ നേടുന്നത് പോലെ ആയിരിക്കില്ല. ഓസ്ട്രേലിയൻ പിച്ചുകളിൽ കളിക്കുന്ന സമയത്ത് കണ്ടീഷൻ ആകെ മാറിപ്പോകും. ഓസ്ട്രേലിയൻ ബോളർമാർ വേറെ ലെവൽ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞ് ചർച്ചയൊക്കെ തുടങ്ങിയിരുന്നത്. പക്ഷേ അഭിഷേക് ശർമ്മ അദ്ദേഹം വേറെ യൂണിവേഴ്സിൽ വന്നൊരു അതെ, T20 ക്രിക്കറ്റിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ സ്ഥിരതയോടെ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ നിലവിൽ അതുകൊണ്ടാണ് അദ്ദേഹം ലോക ഏഷ്യ കപ്പിൽ മൊത്തം 200 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലും അതുപോലെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂട്ടുനിന്ന് കൊടുക്കാൻ ഒരു മനുഷ്യനില്ലാതെ പോയി എന്നുള്ളതാണ്.
ഇനി ബാറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് പിന്നെയുള്ളത് ഈ പിച്ചിന്റെ കൂടി നമ്മൾ പറയണം. കാരണം മെൽബൺ പിച്ച് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചരിത്രം അതിനകത്തുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പിച്ചാണ് ഈ മെൽബൺ പിച്ചിൽ. ഇന്ത്യയുടെ സെലക്ഷനിൽ വലിയൊരു പാളിച്ച പറ്റിയത് ഇത്രയും പേസർമാരെ തുണക്കുന്ന പിച്ചിൽ നമ്മൾ കുൽദീപിനെ എടുക്കുന്നില്ല മഴയത്ത് നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞു. ഇന്ന് പക്ഷേ ടീമിലേക്ക് ഉൾപ്പെടുത്തി. പക്ഷേ ഈ മത്സരത്തിലായിരുന്നില്ല ടീമിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. കാരണം ഇത്രയും ബൗൺസി പിച്ചിൽ 2 സ്പിന്നർമാരെ ഇറക്കി കളിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അപകടകരമായിട്ടുള്ള ഒരു ടീം സെലക്ഷൻ തന്നെയായിരുന്നു. ആ പിച്ച് തന്നെ നമ്മളെ ചതിച്ചിട്ടുണ്ട്. ഈ കുൽദീപിനെ അടുത്തേക്ക് വരുന്ന സമയത്ത് കുൽദീപിന് 2 വിക്കറ്റ് ഉണ്ട്. പക്ഷേ കുൽദീപിന്റെ ആദ്യ ഓവർ നേരിടുന്ന മിച്ചൽ മാർഷാണ്. ആദ്യത്തെ ഓവറിൽ 20 റൺസാണ് കുൽദീപ് വിട്ട് കൊടുക്കുന്നത്. 2 6ഉം 2 4ഉം. ആ ഓവറിൽ അവസാന പന്തിൽ മിച്ചൽ മാർച്ച് പുറത്താവുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് ഓസ്ട്രേലിയ ഏറെക്കുറെ വിജയത്തിലേക്ക് എത്തുന്നത്. ഓസ്ട്രേലിയ ബാറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് 5 ഓവർ ആകുമ്പോഴേക്കും അവർ 50 കടന്നിട്ടുണ്ട്. ഇന്ത്യ ഏറെക്കുറെ തീരുമാനമായി നമ്മൾ പിന്നെ നമുക്ക് ബോധ്യമാവുന്നു. ആക്ച്വലി 125 എന്ന് പറഞ്ഞാൽ ഒരു വിലോ പാർ സ്കോറാണ്. നമുക്കതൊരു സ്വപ്നം കാണാൻ പറ്റുന്ന പിടിക്കാൻ പറ്റുന്ന തോന്നുന്ന സ്കോർ അല്ല. അതെ, 10 ഓവർ ആകുമ്പോഴേക്കും 100 കടന്നിട്ടുണ്ട്. അപ്പൊ പക്ഷേ ഈ അവസാന ഓവറുകളിൽ ഈ വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, ഇപ്പോൾ ജസ്പ്രീത് ബുംറ ഓരോ ഓവറിൽ തുടർച്ചയായി 2 വിക്കറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ വിക്കറ്റ് എടുക്കുന്ന സമയത്ത് 2 റൺസ് മതിയായിരുന്നു ഇന്ത്യക്ക് ആ സമയത്ത് ജയിക്കാൻ. അപ്പോൾ അവസാനമൊക്കെ നമ്മളെടുത്ത് വിക്കറ്റുകളൊക്കെ വെറുതെ ആയി പോയതാണ്. എന്ന് പറഞ്ഞാൽ 10 ഓവർ ആകുമ്പോഴേക്കും അവർ ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അവർ എങ്ങനെയാണ് തുടങ്ങേണ്ടത് അതുപോലെ തന്നെ അവരുടെ വെട്ടിക്കെട്ട് ബാറ്റർമാർ അങ്ങനെ തന്നെ തുടങ്ങി കൊടുക്കുന്നു. മിച്ചൽ മാർച്ച് പിന്നെ നന്നായി ഡെലിവർ ചെയ്യുന്നു. ട്രാവിസ് ഹെഡ് മികച്ച തുടക്കമാണ് നൽകിയത് എങ്കിൽ പോലും പക്ഷേ പിന്നെ വരുന്ന അവരുടെ മിഡിൽ ഓർഡറുകൾ ഒരു 13-ാം ഓവർ ആകുമ്പോഴേക്കും കളി കയ്യിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇനി നമ്മൾ അടുത്ത മത്സരത്തിൽ എല്ലാ മത്സരത്തിലും പരീക്ഷണങ്ങളുണ്ടല്ലോ. അപ്പോൾ അടുത്ത മത്സരത്തിൽ ഹർഷിത് റാണ ഒഴികെ ബാക്കി ഏതൊക്കെ പരീക്ഷണങ്ങൾക്കാണ് മുതലാൻ പോകുന്നത്? നമ്മൾ ശാസ്ത്രലോകം നോക്കുമ്പോൾ തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയാറുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയ സയന്റിസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. എനിക്കൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗൗതം ഗംഭീർ ഒരു തോമസ് ആൽവ എഡിസൺ ആയിട്ട് മാറുകയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ലൊരു 6 ഉണ്ടായിരുന്നു സൂര്യകുമാർ യാദവിന്റെ, ഷോർട്ട് ഓഫ് ദ ടൂർണമെന്റ് എന്നൊക്കെ പറയാൻ കഴിയുന്നത്. അതായത് അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തി എന്ന കൃത്യമായ സൂചന നൽകിയ ഒരു ഇന്നിങ്സ് ആയിരുന്നു കഴിഞ്ഞ മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ട ആ മത്സരത്തിലെ ഇന്നിങ്സ്. അപ്പോൾ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ആ പൊസിഷനിൽ തന്നെ അദ്ദേഹം ഇന്ന് ഇറങ്ങുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ സഞ്ജുവിനെ ആ പൊസിഷനിൽ ഇറക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു പൊസിഷൻ താഴെ ഇറങ്ങേണ്ടി വരുന്നു സൂര്യ. ഹേസൽവുഡ് നന്നായി പന്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കളികൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജുവിനെ ഇപ്പോൾ ഇറക്കണ്ടായിരുന്നു എന്ന് നമ്മുടെ മനസ്സിന് മന്ത്രിച്ചിരുന്നു. കാരണം ഹേസൽവുഡ് നന്നായി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹേസൽവുഡിന് 4 ഓവറുകൾ തുടർച്ചയായി കൊടുക്കുന്നുണ്ട്. അവസാനത്തേക്ക് ബാറ്റി വെക്കുന്നൊന്നും ഇല്ല എന്നുള്ളതാണ്. അതെ, അപ്പോൾ ആദ്യത്തെ ഓവറുകളിൽ തന്നെ ഹേസൽവുഡിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറെ പൊളിക്കുക എന്നുള്ളതാണ്. അത് അവർ വിജയകരമായി നടപ്പിലാക്കുന്നു. 18 ഓവർ ആകുമ്പോഴേക്കും കൂടാരം കയറുന്നു. അപ്പോൾ സഞ്ജു ഇന്ന് 5th പൊസിഷനിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ആ സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണല്ലോ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ അദ്ദേഹം സമീപകാലത്തൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓപ്പണറായി ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ 7ാമത് 8ാമതും പൊസിഷൻ കിട്ടാത്തൊരു മനുഷ്യനാണ്. 5ാമത്തെ പൊസിഷനിലാണ് അദ്ദേഹത്തെ ഇറക്കാൻ പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് പൊടുന്നനെയാണ് അദ്ദേഹം പിന്നെ 1 ഡൗൺ ആയി വരുന്നത്. പക്ഷേ അവിടെ എല്ലിസിന് മുന്നിലാണ് വീഴുന്നത്, ഹേസൽവുഡിന് മുന്നിൽ പോലും അല്ല എന്നുള്ളതാണ്. എല്ലിസ് ശരിക്കും സഞ്ജുവിന്റെ അന്തകനാണ്. നമ്മൾ ഹസരംഗയെ കുറിച്ച് പറയാറുണ്ട്. ഹസരംഗ തുടർച്ചയായി സഞ്ജുവിന്റെ വിക്കറ്റുകൾ IPL എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലിസ് ഈ കഴിഞ്ഞ കുറഞ്ഞ കളികളിൽ 13 പന്തുകൾ എല്ലിസ് സഞ്ജുവിനെതിരെ എറിഞ്ഞിട്ടുണ്ട്. അതിൽ 3 പ്രാവശ്യം എല്ലിസ് സഞ്ജു സാംസൺ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ചരിത്രം കൂടി അവർ തമ്മിലുണ്ട്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ 1-0 പിറകിൽ നിൽക്കുകയാണ്. നമ്മുടെ വൺ ഡേ പരമ്പര നമുക്കറിയാം. ഇതേപോലെ ആദ്യ മത്സരം ഇന്ത്യ തോൽക്കുന്നു. അടുത്ത മത്സരം ഇനി 3 മത്സരമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരങ്ങളിലൊരു തിരിച്ചുവരവ് സാധ്യമാണോ? എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു മെന്റാലിറ്റി? എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇനിയും ഇവർ ഇങ്ങനെ പരീക്ഷണങ്ങൾ, കാരണം ഇനിയും പുറത്തിരിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഹർഷദീപ് സിംഗിനെ കുറിച്ചൊക്കെ ഗിൽക്രിസ്റ്റ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഹർഷദീപ് സിംഗിനെ പോലെയുള്ള ബൗളറെ ഓസ്ട്രേലിയൻ ബാറ്റർമാർ ഭയക്കണം എന്ന് അവരുടെ ഇതിഹാസം പറഞ്ഞിരിക്കെ തന്നെ നമ്മുടെ 2 കളിയിൽ ഹർഷദീപിനെ ഇറക്കിയിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കളി മാത്രമല്ല, ഗംഭീർ കോച്ചായതിനു ശേഷം പല മത്സരങ്ങളിലും അദ്ദേഹത്തെ ഇറക്കിയിട്ടില്ല. പിന്നെ ഏകദിനത്തിൽ വലിയ പരീക്ഷണങ്ങൾക്ക് മുതിരുകയായിരുന്നു. ഏറ്റവും പിന്നെ അവസാനത്തെ മത്സരത്തിലൊക്കെ പിന്നെ പ്രസീദ് കൃഷ്ണയെ കൊണ്ടുവന്നപ്പോൾ പോലും ഹർഷദീപിനെയാണ് മാറ്റി നിർത്തിയത്. ഹർഷിത് റാണ അപ്പോഴും ടീമിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് ഇനി പരീക്ഷണങ്ങൾക്ക് മുതിരാൻ തന്നെയാണ് സാധ്യത. റിങ്കു സിംഗ് ഉണ്ട്, ജിതേഷ് ശർമ്മയുണ്ട്. 5 മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ്. അപ്പോൾ കൊണ്ടുപോയ കളിക്കാരെ കൂടെ, കാരണം T20 പരമ്പരയ്ക്ക് മുമ്പ് നമുക്കിങ്ങനെ നിർബന്ധമായിട്ടും കുറേ പേരെ T20 ലോകകപ്പിന് മുമ്പ് നിർബന്ധമായും കുറേ പേരെ പരീക്ഷിക്കണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും പരീക്ഷണങ്ങൾക്ക് മുതിരാം. ചിലപ്പോൾ റിങ്കു സിംഗിന് ചാൻസ് കിട്ടിയേക്കാം. നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട് അപ്പുറത്ത്, ജിതേഷ് ശർമ്മയുണ്ട്. ജിതേഷ് ശർമ്മക്ക് ഏഷ്യ കപ്പിൽ ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് ഓർക്കണം എന്നുള്ളതാണ്. സഞ്ജുവിന്റെ പൊസിഷൻ ഒരു ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ സഞ്ജു ഡെലിവർ ചെയ്തേ മതിയാവൂ ഓസ്ട്രേലിയൻ സീരീസിൽ. അപ്പോൾ ഈ ഒരു അവസരം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വനിതാ ക്രിക്കറ്റ് ഏകദിന ലോകകപ്പിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വൺ ഡേ മത്സരം കഴിഞ്ഞ ഒരു ദിവസമാണ്. നമ്മുടെ ജമീമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറും അതുപോലെ അങ്ങനെയുള്ളൊരു വിമൻസ് ടീം ഓസ്ട്രേലിയയെ അത്രയും വലിയൊരു മാമോത്ത് സ്കോറിന് ചേസ് ചെയ്ത് ജയിച്ച ഒരു മത്സരമാണ്.
അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ T20യിൽ ഓസ്ട്രേലിയക്കെതിരെ തോൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചരിത്ര നിമിഷം കൂടിയുണ്ട്. അതെ അതെ അതെ. ആ ഒരു മത്സരത്തെ കുറിച്ച് കൂടി പറയുമ്പോൾ പിന്നെ നമുക്ക് അതുകൂടി പറയാൻ തോന്നും. എന്താവും ഒരു ഫൈനൽ, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ നടക്കാൻ പോവുകയാണ്. അപ്പം ഇന്ത്യ ജയിക്കുമോ? ഇന്ത്യയിലാണ് കളി, ജയിക്കാൻ സാധ്യതയുണ്ടോ? ഈ ടൂർണമെന്റിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും നേരത്തെ വന്ന സമയത്ത് ഇന്ത്യ തോറ്റിട്ടുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. വുമൻസ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇല്ലാത്തൊരു ഫൈനൽ, ഈ രണ്ട് ടീമുകളിൽ ഒരു ടീം ഇല്ലാത്തൊരു ഫൈനൽ നടക്കുന്നത്. ഇന്ത്യക്ക് ഇതിനു മുമ്പ് 2 ഫൈനലുകളിൽ തോറ്റ ചരിത്രമുണ്ട്. അതേസമയം തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഫൈനൽ പിന്നെ വുമൻസ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ, വനിതാ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചേസിങ്ങിൽ ഇന്ത്യ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഇന്ത്യ തന്നെ, ഇന്ത്യയുടെ മണ്ണാണ്. അതെ, ഇനിയൊരു തോൽവി സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പൊക്കെ നമ്മൾ സെമി ഫൈനൽ, ഇപ്പോൾ 2 തവണ ഓസ്ട്രേലിയ ചരിത്രത്തിൽ 2 തവണ ഈ സെമി ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുള്ളൂ. വനിതാ അവർ 7 തവണ കിരീടം അണിഞ്ഞൊരു ടീമാണ്. പക്ഷെ അവർ 2 തവണ സെമി ഫൈനലിൽ മുമ്പ് പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണെന്നാണ്. പിന്നെ ഈ 2017 ഇതുപോലെ തന്നെ ഹർമൻ കൗർ 171 റൺസ് എടുത്ത് അന്ന് ഓസ്ട്രേലിയ പരാജയപ്പെടുന്നത്. പക്ഷെ അന്ന് ഇന്ത്യ ഫൈനലിൽ പോയി പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ നമ്മൾ കിരീടം അണിയും എന്ന് തന്നെയാണ് വിശ്വാസം. ആ വിശ്വാസം സത്യമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ത്യ ഇപ്പോൾ 1-0 പിന്നിൽ നിൽക്കുകയാണ് ഈ T20 പരമ്പരയിൽ. അടുത്ത മത്സരത്തിൽ പൂർവാധികം ശക്തിയോടെ ഈ തോൽവിയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ട്, പരീക്ഷണങ്ങൾ ഒരുപാട് കുറച്ചുകൊണ്ട്, നല്ലൊരു ടീമിനെ തന്നെ, ആ ഒരു ടീം കോമ്പിനേഷൻ കൃത്യമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വിജയവഴിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിനൊപ്പം തന്നെ വനിതാ ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.